ഇനിയുള്ള ജനറേഷന് ഒരിക്കലും സ്വർണത്തിനോട്, അതായത് ഞങ്ങളൊക്കെ സ്വർണത്തിനോട് ഒരിക്കലും താല്പര്യം ഇല്ലാത്തവരാണ്. ഇപ്പം എനിക്കും സ്വർണത്തിനോട് വലിയ താല്പര്യമില്ല. ഇനിയുള്ള ജനറേഷന് അങ്ങനെയായിരിക്കും. അപ്പോൾ സ്വർണം കൂടിയാലും ആർക്കും ഇപ്പോൾ സ്വർണത്തിനോട് വലിയ താല്പര്യമില്ലെന്നാണ് എൻ്റെ ഒപ്പീനിയൻ. ഇയാളുടെ അഭിപ്രായം എന്താ? അത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ സ്വർണ്ണം എപ്പോഴും നമുക്ക് എപ്പോഴും വാങ്ങിച്ച് വെച്ചാൽ നമുക്ക് എപ്പോഴും ഉപയോഗമുള്ളൊരു സാധനമാണ്, നമുക്കൊരു അസറ്റാണ് എപ്പോഴും. അപ്പോൾ ഇപ്പോൾ 1 ലക്ഷം രൂപയാണ് കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താ ഒരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല. ഇത്രയും വലിയ വില കൊടുത്തൊരു സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു റിയാലിറ്റി നമുക്കൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതാണ്. ബുദ്ധിമുട്ട്. ഇപ്പോൾ ഈ സംഭവത്തെ കുറിച്ചൊക്കെ വീട്ടുകാരുടെ ഇടയിൽ ചർച്ച ഉണ്ടാവൂല. എന്തായാലും ഇപ്പോൾ ഇങ്ങനെ ഒരുപാട് കൂടി ഒരു സമയം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു കൊല്ലം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ളൊരു വർധന ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വീട്ടുകാരെന്താ പറയുന്നത് അതുമായി ബന്ധപ്പെട്ട്? അവർക്കൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാനില്ല. കാരണം എനിക്കൊരു ചേച്ചിയാണുള്ളത്. ചേച്ചിയുടെ കല്യാണം ഈ ഇടയ്ക്ക് കഴിഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവർക്ക് ഇനിയും ഒരു കുട്ടിയുണ്ട്, അവളെയും ഒരു നല്ല നിലയിൽ അയച്ചു സ്വർണം വേണം എന്നൊരു നിലയിലാണ്. അത്രയും സ്വർണം കൊടുത്ത് വാങ്ങിക്കാൻ പറ്റിയൊരു അത്രയും സാഹചര്യം ഇല്ല ഞങ്ങളുടെ വീട്ടിൽ. അപ്പോൾ സ്വർണം എന്ന് പറയുന്നത് ഒരിക്കലും സ്വർണത്തിൻ്റെ വില അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത.